രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വിനയ് ഫോർട്ട് ഇരുന്ന് ഓഡിഷൻ ചെയ്യുകയാണ്. ഇതറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഇസ് നോട്ട് എ യൂഷ്വൽ പരിപാടി. ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് രേഖാചിത്രത്തിലാണ് ഞാൻ എൻ്റെ റിയാക്ഷൻസ് മോണിറ്ററിൽ പ്ലേ ബാക്കിൽ കണ്ടു തുടങ്ങിയത്. ആ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. യെസ് എനിക്ക് തോന്നുന്നു അവളുടെ പ്രോസസ്സ് ഒരു സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് പോലെ ആയിരിക്കും. കട്ട് വിളിച്ചാൽ ഷീ ഈസ് ബാക്ക് ടു അനശ്വര. വെൻ ഐ സോ എവറിബഡി എൽസ് മേക്കിംഗ് ദ സെയിം മിസ്റ്റേക്സ്, എനിക്കൊരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളെ പോലെ തന്നെയാണ് ഇവർ, അവർക്കും കുറച്ച് സമയം വേണം. ഒരു ചെറിയ മൈക്രോ എക്സ്പ്രഷൻ പോലും ക്യാമറ അത് നോട്ട് ചെയ്യും. നമ്മുടെ കണ്ണിങ്ങനെ ഒന്ന് ലൈറ്റ്ലി ട്വിച്ച് ആയാൽ പോലും ക്യാമറ അത് നോട്ട് ചെയ്യും. പക്ഷെ തിയേറ്ററിൽ പെർഫോം ചെയ്യുന്ന ലാസ്റ്റ് റോയിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. പുള്ളി അവിടെ അവൻ്റെ ഒരു ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നത്. അപ്പോൾ എന്നെ കണ്ടു, അപ്പോൾ വിചാരിച്ചു കൊള്ളാലോ, ക്യൂട്ടാണ്. ഹലോ ആൻഡ് വെൽക്കം എവ്രി വൺ ടു അവർ ഷോ രേഖാചിത്രത്തിലെ പുഷ്പം B32 മുതൽ 44 വരെ. അതിലെ ഇമാൻ ആൻഡ് എൻ്റെ ഫേവറേറ്റ് ഫിലിം ആട്ടം എന്ന സിനിമയിൽ അഞ്ജലി. വെൽക്കം സരീൻ ഷിഹാബ്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ആട്ടം കണ്ടു കഴിഞ്ഞാൽ സരീൻ, ഐ കാൻ ടെൽ യു, എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു സിനിമ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി, ഐ വാസ് ഷിവറിങ്. എനിക്ക് അത് അത്രയ്ക്കും അതിനെ അഫക്റ്റ് ചെയ്തിട്ട് ഞാനൊരു കസേരയിൽ പോയി, സിനിപോളിസ് മൂവി തിയേറ്ററിലായിരുന്നു. ഒരു 5-10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റത്. അത്രയ്ക്കും എന്നെ മൂവ് ചെയ്ത ഒരു സിനിമയാണ്. ആൻഡ് അതിനെ പിവട്ടൽ റോൾ പെർഫോം ചെയ്ത് എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് സരീൻ. വിത്ത് ഓൾ മൈ ഹാർട്ട്, താങ്ക് യു ഫോർ സച്ച് എ ഫാബുലസ് പെർഫോമൻസ്. താങ്ക് യു. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ശരിക്കും ലൈഫിൽ വല്ലപ്പോഴും ഒരിക്കൽ കിട്ടുന്ന ഒരു ക്യാരക്ടർ ഒരു സിനിമയാണല്ലേ. അതെ അതെ. നിങ്ങളുടെ ഒരു ഞാൻ വീഡിയോ കണ്ടിരുന്നു, ഓഡിഷൻ. ടെൽ മീ അബൌട്ട് ദാറ്റ് പ്രോസസ്. ആൻഡ് ഈ സിനിമ കിട്ടുന്നു എന്നറിഞ്ഞപ്പോൾ വാട്ട് വാസ് യുവർ ഫീലിംഗ് അബൌട്ട് ഇറ്റ്? നാഷണൽ അവാർഡ്, അതായത് 3 കാറ്റഗറീസിലല്ലേ? 3 കാറ്റഗറി നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് ആട്ടം. യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ. ഞാൻ ഓഡിഷനൊക്കെ പോകുമ്പോൾ വേറൊരു സോണിലാണ്, വേറൊരു സ്പേസിലാണ്. ഒന്ന്, കുറേ ടെൻഷനുണ്ട്, ഇതെങ്ങനെ പെർഫോം ചെയ്തെടുക്കും എന്ന ആശങ്കയുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കരുത് എന്ന ഒരു ഇതുമുണ്ട്. ഐ ഷുഡൻറ്റ് ലുക്ക് വെരി ടെൻസ്. അവർ ഓഡിഷൻ പോകുമ്പോൾ അവർ നമ്മുടെ പേഴ്സണാലിറ്റിയും ജഡ്ജ് ചെയ്യാൻ നോക്കുകയാണല്ലോ. നമ്മളെങ്ങനെയാണ് അണ്ടർ പ്രഷർ, എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, അതൊക്കെ നോക്കും. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കുറേ ടെൻഷനൊപ്പം മനസ്സിലുണ്ട്. പക്ഷേ ആനന്ദിനെ മീറ്റ് ചെയ്തപ്പോൾ ഹി സീംഡ് സോ ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആനന്ദാണ് സംവിധായകൻ അല്ലേ? അപ്പോൾ ക്രൂ മെമ്പേഴ്സിൽ കുറച്ച് പേരും ഉണ്ടായിരുന്നു. വിനയ് ഫോർട്ട് ഉണ്ടായിരുന്നു ഓഡിഷൻ കൂടെ ചെയ്തത്. വിനയ് ഫോർട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ വീഡിയോ കണ്ടിട്ട്. അതെ, ഷോർട്ട് ലിസ്റ്റ് ആയ ഒരു 5 പെൺകുട്ടികളോട്, ഞാൻ ഉൾപ്പെടെ, ഒരു രാവിലെ 5 മണി മുതൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വിനയ് ഫോർട്ട് ഇരുന്ന് ഓഡിഷൻ ചെയ്യുകയാണ്. ഇതറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഇസ് നോട്ട് എ യൂഷ്വൽ പരിപാടി. അപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റ്മെൻറ്റ് അപ്പോഴേ തന്നെ തുടങ്ങി. ആൻഡ് ഐ റിയലി വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ നമുക്ക് ആ ഡെസ്പറേഷനും അത്രയധികം കാണിക്കാൻ പറ്റില്ലല്ലോ. ഒരു യു റിയലി വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്, പക്ഷെ കുറച്ചുകൂടെ ഡിറ്റാച്ച്ഡ് ആയി കാണിച്ചിരിക്കണം. എന്നാലേ അവർക്ക് നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. ആൻഡ് അഞ്ജലി എന്നുള്ള കഥാപാത്രം, അതിനകത്ത് എന്താണ് ലാച്ച് ഓൺ ചെയ്തത് ആദ്യമായിട്ട്? ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, എസ്പെഷ്യലി അഞ്ജലി പോലെ? കാരണം അഞ്ജലി ഒരു ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഒരു തിയേറ്റർ ഗ്രൂപ്പിലെ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയിൽ ഒരു ഇന്നർ റിസോൾവ്, ഒരു സ്ട്രെങ്ത് ഉണ്ട്. ദർ ഇസ് എൻ അണ്ടർലൈൻ ലെയർ. അപ്പം എന്താണ് ആദ്യം അഞ്ജലിയുടെ ക്യാരക്ടറിൽ ആ പ്രോസസ്സ് എന്തായിരുന്നു? ഇത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓഡിഷൻ്റെ സമയത്ത് ഓഡിഷൻ്റെ തന്നെ സീൻ, ഇത് ഇവർ സെപ്പറേറ്റ്ലി ഓഡിഷന് വേണ്ടി എഴുതിയ ഒരു സീനായിരുന്നു, അല്ലാതെ സിനിമയിലുള്ള ഒരു സീനല്ലായിരുന്നു.
അപ്പോൾ ആ സീൻ വായിക്കുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇതൊരു ലവ് സ്റ്റോറി ആണെന്നാണ്. ആ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഡൈനാമിക് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചെറിയ കുഞ്ഞ് 2 മിനിറ്റിന്റെ സീനായിരുന്നു. ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ നടക്കുന്നു എന്നൊരു സെൻസ് ആണ് നമുക്ക് കിട്ടുക. അതായിരുന്നു അതിന്റെ സെറ്റിംഗ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്. പിന്നെ സെലക്ഷൻ കിട്ടിയപ്പോൾ നെറേഷൻ കേട്ടപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ദർ ഇസ് എ ലോട്ട് ഗോയിങ് ഓൺ. കുറേ ഫാക്ടേഴ്സ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചിരുന്നു. വൺ, ദർ ഇസ് സോ മച്ച് സ്പേസ് ടു പെർഫോം. ലൈക്ക് ഓൾമോസ്റ്റ് ഷീ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ ഫിലിം. ലൈക്ക് കഥ അവളിലൂടെ അല്ല പോകുന്നത്, ഷീ ലീഡ്സ് ഇറ്റ്. യുനോ ഷീ ഈസ് ദ സെൻറ്റർ ഓഫ് ഇറ്റ്. ഷീ ടേക്സ് ചാർജ്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഒരു കഥയാണ്. ദാറ്റ് ഓൾസോ അട്രാക്റ്റഡ് മീ എ ലോട്ട് കാരണം തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കൂടിയാണല്ലോ. അതെ അതെ. പിന്നെ ഞാൻ ചെയ്ത തിയേറ്റർ കണ്ടംപററി ഇംഗ്ലീഷ് തിയേറ്റർ ആയിരുന്നു. അപ്പോൾ അതും ഇതിൽ ഉള്ള തിയേറ്ററും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ബോഡി ലാംഗ്വേജ് ഇസ് വെരി ഡിഫറെൻറ്റ്. സോ ദാറ്റ് വാസ് ഓൾസോ ക്വൈറ്റ് എക്സൈറ്റിംഗ്, ഡിഫറെൻറ്റ് ഫോർ മീ. ആൻഡ് അതിനെല്ലാം ഹെൽപ്പ് ചെയ്തത് ഈ ലോകധർമ്മി തിയേറ്റർ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിരുന്നു. അവർക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. അവർക്ക് ഈ സിനിമ ചെയ്യാൻ കിട്ടിയതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ബട്ട് ദേ വാസ് സോ കമ്മിറ്റഡ് ടു ദ വർക്ക്. ഈ ബോഡി ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞല്ലോ, ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ബോഡി ലാംഗ്വേജ് ഡിഫറെന്റ് ആവുന്ന ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ ബിറ്റ്വീൻ കോണ്ടംപററി ആൻഡ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ റിസർവ്ഡ് ആണ്, ബോഡി കുറച്ചുകൂടെ സ്റ്റിഫായിരിക്കും. അത് ഞാൻ ചെയ്ത തിയേറ്റർ ഒരു പഴയ ബ്രിട്ടീഷ് കാലത്ത് വിക്ടോറിയൻ തിയേറ്റർ, അതുപോലത്തെ തിയേറ്റർ ആയിരുന്നു. അഗാത്ത ക്രിസ്റ്റിയുടെ പ്ലേസ് ഒക്കെ ആവുമ്പോൾ പഴയ ഒരു പഴഞ്ചൻ സ്റ്റൈലാണ് അതിൽ കൂടുതൽ കൈയൊന്നും അനക്കില്ല, ഇങ്ങനെ ഇരുന്ന്. ഇറ്റ്സ് കോൾഡ് സപ്പർ തിയേറ്റർ, അതിനൊരു പേര് തന്നെ ഉണ്ട്. അപ്പോൾ ദ മൂവ്മെന്റ്സ് ആർ വെരി ഡിഫറെൻറ്റ്. പക്ഷേ ദർ ഇസ് ഓൾസോ എ ക്രാഫ്റ്റ് ടു ഇറ്റ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാം ഇറ്റ്സ് മോർ ആംപ്ലിഫൈഡ് ഓവർ ഹിയർ. ഇവിടെ മൂവ്മെന്റ് എല്ലായിടത്തും ഉണ്ട്. യു ഹാവ് ടു സോർട്ട് ഓഫ് ഡിഫൈൻ യുവർ സെൽഫ് ദാറ്റ് വേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു. ശരി. കമ്മിങ് ടു പുഷ്പം, ഒരു വില്ലൻ ക്യാരക്ടറാണ് അത്. ഇപ്പം നമുക്ക് റിവീൽ ചെയ്യാം. പക്ഷെ ആ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ ഡിഡ് യു ഹാവ് സെക്കൻഡ് തോട്ട്സ്? ഞാനൊരു മെയിൻ സ്ട്രീം സിനിമ, ഫുൾ ഓൺ കൊമേഴ്ഷ്യൽ മൂവീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കൊമേഴ്ഷ്യൽ മൂവിയുടെ ഭാഗമാവുന്നത് ഒരു വില്ലൻ റോളിലൂടെയാണ്. ആ ഒരു അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. ആൻഡ് പുഷ്പം വാസ് ഓൾസോ അഗൈൻ എ വെരി സെൻട്രൽ ക്യാരക്ടർ ടു ദ ഹോൾ പ്ലോട്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നോ ടേക്ക് ഓവർ ചെയ്ത്? എന്താണ് വാട്ട് ഡ്രോവ് യു ടു പുഷ്പം? ആൻഡ് അഗൈൻ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ വില്ലൻ ക്യാരക്ടറായിട്ടല്ല ഞാൻ അപ്രോച്ച് ചെയ്തത്. പുള്ളിക്കാരിക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്, അത് ചെയ്യാൻ, അത് ചെയ്തെടുക്കാൻ എന്തിനും വേണ്ടി റെഡിയാണ്. ആ ഉള്ള ഒരു ധൈര്യം ഇവർക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിനെ കണ്ടത്. അല്ലല്ല, അതായിരുന്നു തുടക്കം. ഷീ വിൽ ഡു എനിത്തിങ് ദാറ്റ് ഇറ്റ് ടേക്സ്. അങ്ങനെയായിരുന്നു തുടങ്ങിയത്. പിന്നെ അതിൻ്റെ ഓരോ നുവാൻസസ് എല്ലാം റൈറ്ററും ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരു പണിയായിരുന്നു. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ഒരു കൊമേഴ്ഷ്യൽ സോണിലേക്ക് വരുമ്പോൾ. ഇറ്റ്സ് എ ലവ്ലി ടീം ടു വർക്ക് വിത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിചാരിച്ചു ഇവർ പറയുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് സ്പേസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ആട്ടത്തിൽ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് 35 ദിവസത്തിൻ്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ആ റിഹേഴ്സൽ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വർക്കിംഗ് സ്റ്റൈലും അവരുടെ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറേ സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡം ഇവിടെ ഇല്ലായിരുന്നു. ലൈക്ക് എനിക്ക് ഒന്ന് 5-6 ദിവസത്തിൻ്റെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഇവരോട് ഇടപഴകി എങ്ങനെ ഇണങ്ങി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന ആശങ്ക ഉണ്ടായിരുന്നു. ബട്ട് ദേ വർ വെരി ഇറ്റ് വാസ് മോർ ഓഫ് എ കൊളാബറേഷൻ. അതെ, പക്ഷെ വെൻ ഇറ്റ് കെയിം ടു പുഷ്പം, വാട്ട് ഫോർ ദ റോഡ് ബ്ലോക്സ്? ഡയലോഗ് അത്രയ്ക്ക് ഇല്ലായിരുന്നു. പിന്നെ ആട്ടം കഴിഞ്ഞിട്ട് ആട്ടം വാസ് കുറേ ഡയലോഗ് ഡ്രിവൻ പെർഫോമൻസ്. അപ്പോൾ ഡയലോഗ് ഇല്ലാത്ത സമയത്ത് നമുക്ക് എങ്ങനെ, ആട്ടത്തിൽ എപ്പോഴും അഞ്ജലി ട്രൂത്ത് അവളുടെ ഡയലോഗിലും ലൂടെയൊക്കെ ആയിരുന്നു വന്നത്. പക്ഷെ ഇവിടെ എല്ലാം ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും? പക്ഷേ അതിൻ്റെ സ്റ്റേജിങ്ങും ബ്ലോക്കിങ്ങും ഒക്കെ കണ്ടപ്പോൾ, ആൻഡ് ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് രേഖാചിത്രത്തിലാണ് ഞാൻ എൻ്റെ റിയാക്ഷൻസ് മോണിറ്ററിൽ പ്ലേ ബാക്കിൽ കണ്ടു തുടങ്ങിയത്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. യെസ്, ബിക്കോസ് ജോഫിൻ പറയുന്നുണ്ടായിരുന്നു ലൈക്ക് ഒന്ന് വന്ന് നോക്കുന്നോ? അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നോക്കാറില്ല. നോക്കിയോ, ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു. ബിക്കോസ് ഞാൻ
പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുമല്ലോ. പറയുന്ന ഫീഡ്ബാക്ക് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ യു ഹാവ് ടു വാച്ച്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ട്രൈ ആൻഡ് സീ ഇറ്റ്. ഐ തോട്ട് അതെന്നെ ഹിൻഡർ ചെയ്യുമെന്ന്, എന്നെ ബ്ലോക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറ്റ് ആക്ച്വലി വാസ് വെരി വെരി ഹെൽപ്ഫുൾ. അത് ചില പ്രോജക്റ്റിന് നമുക്ക് സഹായകരമായിരിക്കും, ചിലപ്പോൾ അത് വർക്കാവില്ല. And again, you're working with Anishwara, വളരെ spontaneous ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന് തോന്നുന്നു. What were your observations about her as a contemporary? Oh, she's so professional. I've worked with a lot of experienced actors, but she still has that. She's very very hardworking. And she's very young. She's so young, and she started very very early also. പക്ഷെ ഇപ്പോഴും ആ കുട്ടിത്തം ഉണ്ട്, വിച്ച് ഇസ് വെരി വെരി അഡോറബിൾ. ആൻഡ് എനിക്ക് തോന്നുന്നു അവളുടെ പ്രോസസ്സ് ഒരു സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് പോലെ ആയിരിക്കും. കട്ട് വിളിച്ചാൽ ഷീ ഈസ് ബാക്ക് ടു അനശ്വര. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് കുറച്ച് സമയം വേണം. ഐ നീഡ് ടു ലൈക്ക് വാക്ക് അവേ ഫ്രം ഇറ്റ്, ഓർ ഐ ഗെറ്റ് ടു ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ് സംടൈംസ്. പക്ഷേ ബാക്കിയുള്ളവരുടെ വർക്കിംഗ് സ്റ്റൈല് കാണാൻ നല്ല രസമാണ്. അനശ്വരയിൽ ഞാനത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ബോംബെയിലേക്ക് കൊണ്ടുപോയാൽ സരീൻ മുംബൈയിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻ ഹിന്ദി പ്രോജക്ട്സ്. അപ്പോൾ അവിടത്തെയും ഇവിടുത്തെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? അതുപോലെ വേറെ ഏതെങ്കിലും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, എക്സ്പീരിയൻസസ് ഉണ്ടോ? ആൻഡ് ഹൗ ഡു യു കമ്പയർ ഓൾ ഓഫ് ദം? കാരണം ഇല്ലേ, ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളൊരു പോയിന്റിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ആയി, നമ്മൾ എന്താ പറയുക, പേയിങ് സ്റ്റാർസിൻ്റെ ഒരു ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറെക്കുറെ ദ എൻവയൺമെൻറ്റ് മൈറ്റ് ബി ദ സെയിം. ബട്ട് വെൻ യു ആർ സ്റ്റാർട്ടിങ് ഔട്ട്, ദ ഡിഫറൻസസ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും തോന്നുന്നു. ഞാൻ ചെന്നൈയിൽ തിയേറ്റർ ചെയ്യുന്ന സമയത്താണ് ഫാമിലി മാൻ്റെ ഓഡിഷൻ കൊടുത്തത്. അപ്പോൾ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ഓൺ എ സെറ്റ്. അപ്പോൾ അവിടെ ഒരു ക്രൂ മെമ്പേഴ്സ് തന്നെ ഒരു 120ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഇറ്റ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഓൺ എ സെറ്റ്. ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് ആയിരുന്നു. ബാക്കിയുള്ള ആക്ടേഴ്സിന് എല്ലാം ഒരു 10-12 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഏറ്റവും ഞാനാണ് അവിടെ പുതിയൊരു ആക്ടറായിട്ട് വന്നിരിക്കുക. അപ്പോൾ കുറച്ച് ഇൻറ്റിമിഡേറ്റിംഗ് ആയിരുന്നു ആദ്യം. പക്ഷേ വെൻ ഐ സോ എവറിബഡി എൽസ് മേക്കിംഗ് ദ സെയിം മിസ്റ്റേക്സ്, എനിക്കൊരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളെ പോലെ തന്നെയാണ് ഇവർ, അവർക്കും കുറച്ച് സമയം വേണം. ഫസ്റ്റ് ടേക്കിൽ തന്നെ എല്ലാം ശരിയാവില്ല. അതൊക്കെ അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഫാമിലി മാൻ എന്ന് പറഞ്ഞ സീരീസിൽ ലവ് ഇൻട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നീരജ് മാധവിൻ്റെ ഒരു നേഴ്സിൻ്റെ റോളാണ് പ്ലേ ചെയ്തത്. കാരണം ആ നേഴ്സിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് ആ ആളാണ് ഈ ആളെന്ന് എനിക്കറിയില്ലായിരുന്നു. ലുക്ക് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു, വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു B32 ആ സിനിമ കണ്ടേ പിന്നെയാണ് ഞാൻ ശരിക്കും സെറീനെ ശ്രദ്ധിച്ചു. കാരണം അത് ആ സിനിമയിലും നല്ല രസമായിട്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ് അത്. ഐ മീൻ പ്രോബ്ലി ഈവൻ മോർ കോംപ്ലെക്സ് ആൻഡ് പുഷ്പം അല്ലേ? ആട്ടമിൻ്റെ വേറൊരു ലീഗാണ്, അത് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ ആ ക്യാരക്ടർ ഞാൻ ഐ റിമെമ്പർ ഫ്രം ദ ഫാമിലി മാൻ. അപ്പോൾ ഈ തിയേറ്റർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ബാക്ക് സ്റ്റേജ് നമ്മുടെ കോസ്റ്റ്യൂം തേക്കുന്നു, നമ്മുടെ മേക്കപ്പ് സ്വന്തമായിട്ട് ചെയ്യുന്നു. അപ്പോൾ സെറ്റിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വാനിറ്റിയുടെ ഡോർ തുറക്കാൻ പോലും ഒരാളുണ്ട്. ആൻഡ് ആ ജോലി അയാൾ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്തുകൂടാ. നമുക്ക് അംബ്രല്ലയൊക്കെ പിടിച്ചു തരാൻ, നമ്മളെ സെറ്റിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കൊണ്ടുപോകാനൊരു സെക്യൂരിറ്റി ഉണ്ട്. കുറേ ഇത്രയും ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ആ ആക്ടറിൻ്റെ സോണിലേക്ക് കയറേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഭയങ്കര ഡിസ്ട്രാക്ഷനൊക്കെ ആയിരിക്കും, ഇത്രയും ക്രൂ മെമ്പേഴ്സൊക്കെ ഉള്ള, ഹൗ കെൻ ഐ ഗെറ്റ് ഇൻ ടു ദ സോൺ. പക്ഷേ വന്ന് അവിടെ സെറ്റിലേക്ക് കയറുമ്പോൾ ഇറ്റ് ഓട്ടോമാറ്റിക്കലി പുട്സ് യു ഇൻ ദാറ്റ് സോൺ. ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ്യൂമും മേക്കപ്പും ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വാമപ്പ് പോലെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ 2 ഡയറക്ടേഴ്സ് രാജൻ DK, അവരുടെ പ്രോസസ്സും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ ഒരാളാണ് ആക്ടേഴ്സുമായിട്ട് ഇങ്ങനെ എല്ലാം ക്ലോസ്ലി വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കൂടെ എപ്പോഴും രാജായിരുന്നു സംസാരിക്കുന്നത്. ആൻഡ് അവർ മൈക്രോ മാനേജ് ചെയ്യുന്ന ഡയറക്ടേഴ്സേ അല്ല. വല്ലപ്പോഴും വന്ന് എന്തെങ്കിലും ചെവിയിലൊരു കാര്യം പറയും. ആൻഡ് ഇറ്റ് വിൽ ബി എ വെരി നൈസ് തിങ് ദാറ്റ് ദേ സേ. അത് ഒരു മേജർ ഹുക്കായിട്ട് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. ആൻഡ് വെരി സ്മോൾ തിങ് ആയിരിക്കും അവർ പറയുന്നത്. പിന്നെ ലൈക്ക് ബിഹൈൻഡ് ദ ക്യാമറ ബാക്കി ലോജിസ്റ്റിക്സും മറ്റേ കാര്യങ്ങളൊക്കെ, ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന DK ആണ്. ഇപ്പം ആനന്ദിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ആസ് എ ഡയറക്ടർ? ആനന്ദ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാകുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നോ? ആയിരുന്നു. പിന്നെ
ആനന്ദിൻ്റെ ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് ഫിലിം. അപ്പോൾ ഹി വാസ് വെരി വെരി ഇൻവോൾവ്, ഇൻക്രെഡിബ്ലി പാഷനറ്റ്. നമ്മളൊരു ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് മൂവി ആകുമ്പോൾ അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കുണ്ടാവുന്ന ഏർജൻസിയും പാഷനും ബാക്കിയുള്ളവർക്കും ഉണ്ടാവണം. എവറിബഡി ഹാസ് ടു ബി ഓൺ ദാറ്റ് സെയിം സോൺ. അല്ലാതെ വൺ ഹാഫ് ഓഫ് ദ സെറ്റ് ഇസ് ലൈക്ക് ഭയങ്കര അർജൻറ്റായിട്ട് പണിയെടുക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ഒരു സാമട്ടിൽ പോകുന്നത് വർക്കാവില്ല, എസ്പെഷ്യലി ഫോർ എ ഫിലിം ലൈക്ക് ആട്ടം. ഐ റിയലി ലൈക്ക് ഹൗ ഹി വർക്ക്ഡ് വിത്ത് ദി ആക്ടേഴ്സ്. അതും തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ നേരെ സെറ്റിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഇൻറ്റിമിഡേറ്റിംഗ്. കാരണം എല്ലാം ഒരു ചെറിയ മൈക്രോ എക്സ്പ്രഷൻ പോലും ക്യാമറ അത് നോട്ട് ചെയ്യും. നമ്മുടെ കണ്ണിങ്ങനെ ഒന്ന് ലൈറ്റ്ലി ട്വിച്ച് ആയാൽ പോലും ക്യാമറ അത് നോട്ട് ചെയ്യും. പക്ഷേ തിയേറ്ററിൽ പെർഫോം ചെയ്യുന്ന ലൈക്ക് ലാസ്റ്റ് റോയിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. പിന്നെ ക്യാമറ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ റിഹേഴ്സൽസിൽ. അപ്പോൾ അത് കാണുമ്പോൾ ഓരോ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് ടേക്ക് കാണും. അപ്പോൾ ഓരോ മണ്ടത്തരവും പൊട്ടത്തരവും ഒക്കെ ഇന്ന് അത് ഭയങ്കര എടുത്ത് കാണിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ ചിദംബരം പറയുന്നുണ്ടായിരുന്നു, ആ സെറ്റിൽ കൂടി വന്ന 4-5 പേരോ പാഷനേറ്റ് ആയിരിക്കുള്ളൂ അബൌട്ട് ദ മൂവി. ബാക്കിയുള്ളവർക്ക് അതൊരു ഡെയിലി വേജോ അല്ലെങ്കിൽ ആ ഒരു റൺ ഓഫ് ദ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം, അത് ഈ സെറ്റ് അല്ലെങ്കിൽ വേറെ സെറ്റ്, ആ ഒരു ഡിറ്റാച്ച് നേച്ചർ ആയിരിക്കും. ഈ 4-5 പേരോ ആയിരിക്കും അബ്സല്യൂട്ട്ലി പാഷനേറ്റ് അബൌട്ട് ദ മൂവി. സഡൻലി എനിക്ക് ഈ കോൺട്രാസ്റ്റ് അടിച്ചു. ചിദംബരം പറഞ്ഞ കാര്യവും ഇപ്പോൾ സെറീൻ പറഞ്ഞ കാര്യവും നമ്മൾ ആ കോൺട്രാസ്റ്റ് പെട്ടെന്ന് അടിച്ചു. കമ്മിങ് ടു IIT മദ്രാസ് ഹ്യൂമാനിറ്റീസ് മാസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്, MA ഇംഗ്ലീഷ് ആണ്. അവിടെ നിന്ന് എങ്ങനെയായിരുന്നു ആ സീൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുമോ? അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ഈ IITയുടെ പുറകെയോ ടീച്ചിങ് പ്രൊഫഷനിലേക്കോ ഒന്നും കിടക്കാൻ പോകില്ല. ഞാൻ പോകുന്നത് കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, തിയേറ്ററിലേക്ക് കാണുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ IIT ചേർന്നപ്പോൾ തന്നെ ഞാൻ തിയേറ്റർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേറെ ഹോബീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കോളേജ് ചേർന്നപ്പോൾ ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. എൻ്റെ ഈ ഉള്ള എനർജി എല്ലാം എവിടെ പോകും ആ ഒരു ക്വസ്റ്റ്യൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു ജസ്റ്റ് ബൈ ചാൻസ് ഒരു ഓഡിഷൻ, ഒരു ഇന്റർ കോളേജ് കോമ്പറ്റീഷൻ അതിനുവേണ്ടി കൊടുത്തു. അങ്ങനെയാണ് എൻ്റെ ഇൻട്രസ്റ്റ് തുടങ്ങിയത് ഇതിലേക്ക്. പിന്നെ അത് വേറെ ഒരു ആക്ടിവിറ്റി എന്നെ അട്രാക്ട് ചെയ്തില്ല. അപ്പോൾ അത് തന്നെ ചെയ്തു. 3ാമത്തെ വർഷമായപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല, ഇതൊന്ന് സീരിയസ്ലി എക്സ്പ്ലോർ ചെയ്ത് എങ്ങനെ ആയിരിക്കും എന്ന ക്വസ്റ്റ്യൻ അപ്പോഴാണ് തോന്നി തുടങ്ങിയത്. അപ്പോൾ വിചാരിച്ചു എങ്ങനെ ഇത് ഫാമിലിയോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഈ ജസ്റ്റ് ഒന്ന് എങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഫാമിലി ഓഫ് കോഴ്സ് എല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പോലെ അവർക്കും അവരുടേതായ ആശങ്കകളും കുട്ടികളിൽ നിന്ന് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. വാപ്പയുടെ ആഗ്രഹം, വാപ്പ ആംഡ് ഫോഴ്സസ് എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ ഒരു നല്ല കംഫർട്ടബിൾ ഗവൺമെൻറ് ജോബ് വിത്ത് പെൻഷൻ അതായിരുന്നു എന്നോട് പറഞ്ഞത്. ലൈക്ക് ഇറ്റ്സ് സേഫ് ഫോർ യു, അങ്ങനെ നോക്കിക്കൂടെ. അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ സിവിൽ സർവീസ് നോക്കിക്കൂടെ എന്നായിരുന്നു പുള്ളിയുടെ ഒരു സജഷൻ. അപ്പോൾ ഞാനിങ്ങനെ സിവിൽ സർവീസസിൻ്റെ കോച്ചിങ് ക്ലാസ്സസിനും പോകുമായിരുന്നു. കൂടെ തിയേറ്ററിൻ്റെ റിഹേഴ്സൽസും ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്. ഇറ്റ് വാസ് വെരി വെരി എക്സൈറ്റിങ്. ഇതെല്ലാം ഒരുമിച്ച് ചെയ്ത് ഇറ്റ് വാസ് ക്വൈറ്റ് എക്സൈറ്റിങ്. ഇത് ആദ്യം വീട്ടിൽ പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് നല്ല പൊട്ടിത്തെറി ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഫാമിലി മാൻ ഇറങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഓക്കെ ഷീ ഈസ് ക്വൈറ്റ് സീരിയസ് അബൌട്ട് ഇറ്റ് ആൻഡ് കൊച്ചിന് പണിയെടുക്കാൻ അറിയാം. അത് അവർക്ക് മനസ്സിലായി. പിന്നെ B32 വന്നപ്പോഴും ഇപ്പോൾ അവരുടെ വർക്കിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സാണ്. പിന്നെ ആട്ടം കണ്ടതോടെ നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. അടുത്ത പൊട്ടിത്തെറി ഡാനിയലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണോ? സർപ്രൈസിംഗ്ലി നോ. ദേ വർ വെരി ഹാപ്പി. ദേ സെഡ് ഓക്കെ നിന്റെ ലൈഫ് നീ ഇപ്പോൾ ചൂസ് ചെയ്ത പ്രൊഫഷൻ അതിനകത്ത് കുറേ ഇൻസ്റ്റബിലിറ്റി ഉണ്ട്, അപ്പോൾ ഇതെങ്കിലും കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ്. ഡാനിയലിനെ നേരത്തെ അറിയായിരുന്നു. നിങ്ങളുടെ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് തുടങ്ങിയത്? ഹൗ ഡിഡ് ഇറ്റ്? ഇറ്റ്സ് എ വെരി ലോങ് ഡേറ്റിംഗ് പീരിയഡ്. നിങ്ങളുടെ 2016 മീറ്റ് ചെയ്തത്. എൻ്റെ ഒരു മോണോ ആക്ടിങ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ പുള്ളി അവിടെ അവൻ്റെ ഒരു ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നത്. അപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ വിചാരിച്ചു
കൊള്ളാലോ, ക്യൂട്ടാണ്. പക്ഷെ അന്ന് സംസാരിച്ചില്ല. അങ്ങനെയാണ് അവിടെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. പിന്നെ വന്ന് പെർഫോമൻസിന് ശേഷം എൻ്റെ അടുത്ത് ബാക്ക് സ്റ്റേജ് വന്ന് പറഞ്ഞു, ഹേയ് ഗുഡ് പെർഫോമൻസ്. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല, താങ്ക്സ്. ഞാൻ ബാക്ക് സ്റ്റേജ് പെർഫോമൻസിന് ശേഷവും ലൈക്ക് ബിഫോർ പെർഫോമൻസ് ആൻഡ് ആഫ്റ്റർ പെർഫോമൻസ് ഞാൻ വേറൊരാളാണ്. എനിക്ക് കുറച്ച് സമയം വേണമല്ലോ ടു ഗെറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഒന്ന് ആരെങ്കിലും എന്നോട് സംസാരിച്ചാൽ കുറച്ച് റൂഡായിരിക്കും. പിന്നെ വേറൊരു ഹോസ്റ്റൽ ഇവന്റിന് വെച്ച് മീറ്റ് ചെയ്തു. പിന്നെ കുറെ മ്യൂച്വൽ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോയപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ടിരുന്ന് സംസാരിക്കുന്നത്. ആൻഡ് ഐ റിമെമ്പർ ഞാൻ ഒരിക്കലും ഡാനിയലിനെ കണ്ടു, ഒരു പ്രിവ്യൂവിൽ വെച്ച് കണ്ടു. ഓക്കെ, ഭയങ്കര കോമഡി സീനായിരുന്നു കേട്ടോ. സരീൻ തന്നെ പറയൂ എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. വനിതാ വിനീതയിലായിരുന്നു. മൈ ഗോഡ്, ഇത്രയും കെയോട്ടിക് ആയിട്ടുള്ള വേറെ ഒരു സ്ഥലമില്ല ഇൻഡസ്ട്രിയില്. അതെ, ഒരു മൂവിയുടെ പ്രിവ്യൂ നടക്കുമ്പോൾ അവിടെ ഇല്ലാത്ത ആൾക്കാരൊന്നും കാണില്ല. എവിടെ തിരിഞ്ഞാലും കുറെ മീഡിയ പേഴ്സൺസ് ഉണ്ടാവും, കുറെ പേര് ബൈറ്റ് ചോദിക്കുന്നു. പിന്നെ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് തന്നെ ഓരോന്നും അറേഞ്ച് ചെയ്യാൻ നോക്കുന്നു. ഇറ്റ്സ് വെരി കെയോട്ടിക്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡാനിയൽ നമ്മുടെ ഭാര്യയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഞാനിത് കാണുമായിരുന്നു ദൈവമേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമില്ല, ഞാൻ ഇത്രയും വർഷം ഞാൻ തന്നെയല്ലേ ഹാൻഡിൽ ചെയ്തത്, കുഴപ്പമില്ല, എനിക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഡാനിയലോട് ബൈറ്റൊന്നും ചോദിച്ചില്ല ആരും. ചോദിച്ചിരുന്നു, പക്ഷേ ഹി റിപ്ലൈഡ് ഇൻ തമിഴ്. അപ്പൊ തന്നെ ഇവരെന്താ തമിഴാണെന്ന് തോന്നുന്നു, വേറെ ആളിലേക്ക് പോവാന്ന് പറഞ്ഞു. ബട്ട് ഐ സോ ദ ഡൈനാമിക്സ് as to how much he cares and എത്രത്തോളം ആ പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ മുന്നിൽ വെച്ച് കണ്ടാലും ഞാൻ ചിരിക്കുകയും ചെയ്തായിരുന്നു ആ സമയത്ത്. നിങ്ങളുടെ ഈ ലോങ് ഡിസ്റ്റൻസ് മാരേജും നിങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി 2 ടിപ്സ് കൊടുക്കും. ടിപ്സോ? എവ്രി വൺസ് ലൈഫ് ഇസ് ഡിഫറെൻറ്റ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി വെരി ഇഫക്റ്റീവ്. ആൻഡ് നമ്മൾ ഒരിക്കലും ഒരു ആർഗ്യുമെന്റ് സോൾവ് ചെയ്തിട്ടേ നമ്മൾ കിടന്നുറങ്ങാൻ പോവുള്ളൂ. ഒരു ആർഗ്യുമെന്റ് പാതി വഴി വിട്ടിട്ട് ഞാൻ അടുത്ത ദിവസം ഇതിനെ പറ്റി സംസാരിക്കാം അങ്ങനെയൊക്കെ അന്ന് അവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്തിട്ടാണ്. കാരണം പിന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് ബാഗേജ് ഒന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് പോയി ഉറങ്ങാമല്ലോ. അതും നമ്മൾ മറ്റ് നെക്സ്റ്റ് ഡേയിലേക്ക് കൊണ്ടുപോയാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ മാറ്റർ സോൾവ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങുക, അതാണ് എൻ്റെ. അതിൽ എവിടെയോ ഞാൻ കണ്ടിരുന്നു സെറീൻ ഇൻട്രോവേർട്ടഡ് ആണെന്ന്. ഡാനിയൽ നേരെ തിരിച്ചാണോ? യെസ്, ഹി ഈസ്. പക്ഷെ ഡാനിയലിന്റെ കൂടെ ആകുമ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടഡ് ആണ്. എല്ലാ ഇൻട്രോവേർട്സും അങ്ങനെയാണല്ലോ. ഞാൻ വേറെയും കേട്ടിട്ടുണ്ട്, ഇൻട്രോവേർട്സിനാണ് ഈ തിയേറ്ററും പെർഫോമിംഗ് ആർട്സിലേക്കും കൂടുതൽ ഒരു ബയസ് ഉണ്ട്. കാരണം അവർക്ക് അവരെ തന്നെ പല ആസ്പെക്ട്സിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം അവിടെയാണ് കിട്ടുന്നത്. അതെ, കാരണം സ്റ്റേജിൽ നമ്മൾ കയറുമ്പോൾ വേറൊരാളായി മാറാനുള്ള വേറൊരാളല്ല, നമ്മുടെ വേറൊരു സൈഡാണ് പുറത്ത് വരുന്നത്. ആൻഡ് ആ സ്റ്റേജിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് അതൊരു വേറെ ക്യാരക്ടറിലൂടെ ആ ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജും വേറൊരു കോസ്റ്റ്യൂം ഒക്കെ ആകുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് എക്സൈറ്റിംഗ്. സെറീൻ പേഴ്സണലി വളരെയധികം അഡ്മയർ ചെയ്യുന്ന ഒരു പെർഫോമർ, ഒരു ആക്ടർ ആരാണ്? മനോജ് ബാജ്പേയി. ഓ യാ, ബ്രില്യൻറ്റ്. എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റിൽ തന്നെ. സോ ദാറ്റ് വാസ് വെരി വെരി സർപ്രൈസിങ്. ഇതിൻ്റെ ഓഡിഷന് സെലക്ഷൻ കിട്ടിയപ്പോഴാണ് അവർ പറയുന്നത് ഇത് മനോജ് ബാജ്പേയി ഹെഡ്ലൈൻ ചെയ്യുന്ന ഒരു ഷോ ആണ്. അന്ന് എനിക്ക് തോന്നുന്നു വെബ് സീരീസ് എന്ന വാക്ക് പോലും ആൾക്കാർ കേട്ടിട്ടില്ല. സീക്രട്ട് ഗെയിംസ് ഇറങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ പ്രിപ്പറേഷനും ഓഡിഷനൊക്കെ തുടങ്ങിയത്. I had my doubts first of all, ഇത് റിലീസ് ആവോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറങ്ങുമോ, അതാണല്ലോ എല്ലാ ആക്ടേഴ്സിൻ്റെ ഒരു ആദ്യത്തെ ടെൻഷൻ. യെസ്. But it's fascinating to see an actor like him in his element. അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു സമയമാണ്. പിന്നെ എനിക്ക് കൊങ്കണ സെൻ, I absolutely love her work. I think ഞാൻ കില്ലർ സൂപ്പ് കണ്ടു. മൈ ഗോഡ്. ബട്ട് അവരുടെ ബംഗാളി സിനിമകളിൽ there's one called 15 Park Avenue, a fantastic work. I absolutely loved her in that. One thing that you told me, എനിക്ക് told in an interview, എനിക്കത് ഭയങ്കരമായിട്ട് ഒരു എന്തോ ഒരു പ്രശ്നം തോന്നി അതിൽ, ഇഫ് ഐ മേ സേ സോ. ഈ ആക്ടേഴ്സ് ലൈക്കബിൾ ആയിരിക്കണം എന്നുള്ളത്. ലൈക്ക് പീപ്പിൾ ഹാവ് ടു ലൈക്ക് യു
as an actor. And contrary to the movements today where it is said that, be your own self and it's up to people to like you or not, this is a very different statement coming from an actor. It's like a counter current പോലെ എനിക്കൊരു ഫീലിംഗ് തോന്നി. അതെന്താ അങ്ങനെ പറഞ്ഞത്? ആൻഡ് are you talking in terms of networking? Are you talking എന്ത് കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ പറഞ്ഞത്? People are constantly watching us, media is watching us, audience is watching us. The moment that grace അതില്ലാത്ത സമയം ആൾക്കാർ പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്യും. റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന കുറേ ആൾക്കാരും അവരൊക്കെ ഒബ്സർവ് ചെയ്യാൻ ലൈക്ക് കുറേ പ്രത്യേകതരം ആൾക്കാരാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും അവരുടെ സ്വഭാവത്തിൽ. യു കൻ എക്സ്പെക്ട് സൊസൈറ്റി ടു സീ യു ആസ് ദാറ്റ് ക്യാരക്ടർ ബിക്കോസ് ഓൾറെഡി ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറേ ജഡ്ജ്മെന്റ് കിട്ടുന്നുണ്ട്. സോ ദിസ് വുഡ് ബി ആഡിങ് മോർ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. ഓൾ ഇൻഡിവിജ്വൽസ് ഡിസേർവ് റെസ്പെക്ട് ഓൺ എ ഫണ്ടമെന്റൽ ലെവൽ. അങ്ങനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. അല്ലാതെ ഒരു സ്ത്രീ ആയതുകൊണ്ട്, അമ്മ ആയതുകൊണ്ട് ആ ഒരു കൺസെഷൻ കൊടുക്കണം, മോളായതുകൊണ്ട് കൺസെഷൻ കൊടുക്കണം. ഇറ്റ് ഡസന്റ് വർക്ക്. ഡോണ്ട് ബി അഫ്രൈഡ് ടു മേക്ക് എ സീൻ. നെവർ ബി അഫ്രൈഡ് ടു സേ നോ. അത് പ്രശ്നമായാലും കുഴപ്പമായാലും ഇല്ല, അത് പിന്നെ ഡീൽ ചെയ്യാൻ പറ്റും. ബട്ട് make it clear from the beginning itself.